ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്ക വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് റെസിപ്പിയാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ കുറച്ച് കോവയ്ക്ക നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ മുകൾവശവും താഴ്വശവും ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് അധികം വിളയാത്ത കോവയ്ക്കയാണ്. ഇനി ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോവയ്ക്ക 2-3 കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. വലിയ കോവയ്ക്കാണെങ്കിൽ 3 കഷ്ണമായിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ചെറിയ കോവയ്ക്കാണെങ്കിൽ 2 കഷ്ണമായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് നേരം നമ്മളിട്ട് മിക്സി ഓൺ ചെയ്ത് വെക്കരുത്. ഒന്ന് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, എന്നിട്ട് ഒന്ന് ഇളക്കി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അതേപോലെ ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. ഒറ്റ സെക്കൻഡ് മാത്രമേ നമ്മളിത് മിക്സി ഓൺ ചെയ്യാവൂ കേട്ടോ. ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ കോവയ്ക്ക എല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കോവയ്ക്ക സാധാരണ ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഒട്ടും ഇത് അരഞ്ഞു പോവുകയോ കുഴഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഒരുപാട് നേരം എടുത്ത് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതിനെക്കാട്ടും നമുക്ക് എളുപ്പമുള്ള ഒരു സൂത്രമാണ് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ ആ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴേ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ധൃതി പിടിച്ച് ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ സമയം ലാഭിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് വറ്റൽമുളകാണ്. ഞാൻ 1 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഈ കോവയ്ക്കയിൽ ശരിക്കും വെള്ളമുണ്ട്. ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന രീതിയിൽ ഒരു 1-2 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഈ എണ്ണയിൽ കിടന്ന കോവയ്ക്ക ചെറുതായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ നമുക്ക് കുറച്ച് തീ കൂട്ടി വെക്കാം. ഈ സമയത്ത് നമ്മളിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ ഈ സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കരുത്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ കോവയ്ക്കയിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരും. അപ്പം നമ്മളുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ദാണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദാണ്ട് ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. 1 പിടി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ്. ഇനി ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളിയാണ്. വളരെ കുറച്ച് വെളുത്തുള്ളി മതി. 1-2 അല്ലി വെളുത്തുള്ളി മാത്രം മതി. ഇനി ഇതിലേക്ക് 2 കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് നമ്മൾ അരപ്പ് അരച്ചെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്. ഈ നേരം കൊണ്ട് കോവയ്ക്കയും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ അരപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഇതേപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. അതുപോലെ തന്നെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഉടനെ നമ്മൾ ഇളക്കി ചേർക്കരുത് കേട്ടോ. ഇതേപോലെ അമർത്തി ഒന്ന് കൂട്ടി വെച്ച് കൊടുത്ത ശേഷം നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ട് വെള്ളമൊക്കെ വറ്റി അരപ്പൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ആ കറിവേപ്പിലയുടെയൊക്കെ ആ ഒരു നല്ലൊരു മണം വരുന്നുണ്ട് ഈ സമയത്ത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. നമുക്ക് ഇതേപോലെ തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ടിട്ട് പെട്ടെന്നൊന്ന് പൾസ് ചെയ്തെടുക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി തീർക്കാവുന്നതാണ്. ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കിയ നമ്മുടെ കോവയ്ക്ക കൊണ്ടുള്ള നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ അരിഞ്ഞെടുത്ത് നമ്മൾ കോവയ്ക്ക തോരൻ വെക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് സമയമൊക്കെ ലാഭിക്കാനായിട്ട് ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ കോവയ്ക്ക കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.